നമസ്തേ മമ പ്രിയ ഛാത്രാഹ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഓണപരീക്ഷ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക്, ഈ സംസ്കൃതം പരീക്ഷയ്ക്ക്, വരാൻ പോകുന്ന സംസ്കൃതം പരീക്ഷയ്ക്കുള്ള ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് എന്ന്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരിതഃ ഇതി പദസ്യ യോഗേ ദ്വിതീയ വിഭക്തി പ്രയുജ്യത്തെ. അതൊരു ടോപ്പിക്കാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നാമത്തെ പാഠം അല്ലെ, ആ പാഠത്തിലെ പ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പരിതഃ എന്ന വാക്ക് കണ്ടാൽ അവിടെ ഏതാണ് വിഭക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ദ്വിതീയ വിഭക്തിയാണ് വരുന്നത് എന്ന് തീർച്ചയായിട്ടും എഴുതണം. പരിതഃ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചുറ്റും എന്നാണ് അല്ലെ. പരിതഃ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചുറ്റും എന്നാണ്. പരിതഃ വാക്കിന്റെ കൂടെ ദ്വിതീയ വിഭക്തിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ദ്വിതീയ വിഭക്തി വരുന്നത് എന്ന്. വിദ്യാലയസ്യ പരിതഃ വൃക്ഷാഹ സന്തി എന്നാണ് അല്ലെ. വിദ്യാലയസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാലയത്തിന്റെ എന്നാണ് അല്ലെ. അതിന് നമ്മൾ വിദ്യാലയത്തിനെ ചുറ്റിക്കൊണ്ട് വൃക്ഷാഹ സന്ധി എന്നാക്കി മാറ്റണം. അപ്പൊ അടിവരയിട്ട വാക്ക് തെറ്റാണ്. അത് നമ്മൾ മാറ്റി എഴുതണം. വിദ്യാലയസ്യ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്? വിദ്യാലയസ്യ എന്നുള്ളത് മാറ്റിയിട്ട് വിദ്യാലയം എന്നാക്കി മാറ്റണം. ഓക്കെ, അപ്പം വിദ്യാലയം പരിതഃ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. വിദ്യാലയം പരിതഃ വൃക്ഷാഹ സന്ധി. വിദ്യാലയത്തിനെ ചുറ്റിക്കൊണ്ട് വൃക്ഷങ്ങൾ ഉണ്ട് എന്നാണ്. ഇനിയോ പുഷ്പസ്യ പരിതഃ ഭ്രമരാഹ സന്ധി. എന്താണ് ഭ്രമരാഹ? വണ്ടുകളാണ് അല്ലെ. അപ്പം പുഷ്പസ്യ എന്നുള്ളത് എന്താക്കി മാറ്റണം? പുഷ്പം എന്നാക്കിയിട്ട് മാറ്റണം. പുഷ്പം പരിതഃ എന്നാക്കി മാറ്റണം. പുഷ്പം പരിതഃ ഭ്രമരാഹ സന്ധി എന്നാണ് കേട്ടോ. പുഷ്പം പരിതഃ ഭ്രമരാഹ സന്ധി. പുഷ്പത്തിനെ ചുറ്റിക്കൊണ്ട് വണ്ടുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഗൃഹസ്യ പരിതഃ എന്നുള്ളത് എന്താക്കി മാറ്റണം? ഗൃഹം പരിതഃ. എന്താണ്? ഗൃഹം പരിതഃ പ്രകാരാഹ സന്ധി എന്നാണ് കേട്ടോ. ഗൃഹം പരിതഃ പ്രകാരാഹ സന്ധി. ഗൃഹത്തിനെ ചുറ്റിക്കൊണ്ട് എന്നാണ് അർത്ഥം. ആരാധനാലയസ്യ പരിതഃ ഭക്താഹ സന്ധി. എങ്ങനെ വരും? ആരാധനാലയത്തിനെ ചുറ്റിക്കൊണ്ട് എന്നാണ് അല്ലെ. അപ്പൊ ആരാധനാലയം എന്ന ആരാധനാലയസ്യ എന്തായിട്ട് മാറും? ആരാധനാലയം. ആരാധനാലയം എന്നാക്കിയിട്ട് മാറും അല്ലെ. ആരാധനാലയം പരിതഃ ഭക്താഹ സന്ധി. ആരാധനാലയത്തിനെ ചുറ്റിക്കൊണ്ട് ഭക്തന്മാർ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്, അതും കൂടെ നോക്കാം. പരിതഃ എന്ന ശബ്ദത്തിനോടൊപ്പം ദ്വിതീയ വിഭക്തിയാണ് വരുന്നത്. നമുക്കറിയാം 7 വിഭക്തികളുണ്ട്. അതിൽ രണ്ടാമത്തെ വിഭക്തിയാണ് ദ്വിതീയ വിഭക്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദ്വിതീയ വിഭക്തിയുടെ കൂടെ പരിതഃ എന്ന വാക്കാണ് വരുന്നത്, ഓർക്കുക. ഓക്കെ, അപ്പൊ ഗ്രാമം പരിതഃ എന്നാണ്. ഗ്രാമത്തിനെ ചുറ്റിക്കൊണ്ട് നദീ പ്രവഹതി. നദി ഒഴുകുന്നുണ്ട്. ചന്ദ്രം പരിതഃ. ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് മേഘാഹ ഗച്ഛന്തി. മേഘങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, നീങ്ങുന്നുണ്ട് എന്നാണ് അർത്ഥം. അധ്യാപകം പരിതഃ ഛാത്രാഹ തിഷ്ഠന്തി. അധ്യാപകനെ ചുറ്റിക്കൊണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ നോക്കൂ. ഗ്രാമഃ ഗ്രാമം, ബാലകഃ ബാലകം, കൃഷ്ണഃ കൃഷ്ണം, ഗോപാലഃ ഗോപാലകം. ഗോപാലകം എന്നായിട്ട് മാറും അല്ലെ, അല്ലെങ്കിൽ ഗോപാലം എന്നാണ് കേട്ടോ. അധ്യാപകഃ അധ്യാപകം. ഓക്കെ, അങ്ങനെയായിട്ട് മാറും. രാമഃ രാമം, എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ദ്വിതീയ വിഭക്തി എങ്ങനെയാണ് വരിക? രാമം, കൃഷ്ണം, ഗോപാലം, വിദ്യാലയം, നഗരം എന്നാണ് വരിക. ഓക്കെ, അങ്ങനെയാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക. അപ്പൊ ദ്വിതീയ വിഭക്തിയുടെ കൂടെ വരുന്ന വാക്ക് ഏതാണ്? പരിതഃയാണ് അല്ലെ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, പരിതഃ ഇതി പദസ്യ യോഗേ കാ വിഭക്തി എന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ദ്വിതീയ വിഭക്തി എന്ന് തീർച്ചയായിട്ടും എഴുതണം. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തീർച്ചയായും എഴുതുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ.